നമ്മൾ ഈ 2024 വേനൽക്കാലം തുടങ്ങിയപ്പോൾ, അതായത് മഴ ഡിസംബറിൽ അവസാനിച്ചതാണ്. ജനുവരി കഴിഞ്ഞു, തണുപ്പ് കാലം കഴിഞ്ഞു. ഈ വർഷം തണുപ്പ് കാലം വളരെ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് വേനൽ മഴയില്ലാതെ അതികഠിനമായ ചൂടിലൂടെയാണ് കേരള സംസ്ഥാനം ഒന്നാകെ കടന്നുപോയത്. ഈ സമയത്ത് പ്രധാനമായും ക്ഷീരകർഷകർ ഒരുപാട് ബുദ്ധിമുട്ടിലാകുകയുണ്ടായി. അതിൻ്റെ പ്രധാന കാരണം ഈ പശുക്കൾക്കുണ്ടായ ചൂട് മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ട്രെസ്സാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ട് തോന്നുന്നത്. പല വിധത്തിലുള്ള അസുഖങ്ങൾ, പ്രോട്ടോസോവൻ ഡിസീസ്, അങ്ങനത്തെ പല രോഗങ്ങൾ പശുക്കൾക്കുണ്ടായി. അതുപോലെ തന്നെ ഈ ശരീര ഊഷ്മാവ് കൂടിയിട്ട് പശു ഭക്ഷണം എടുക്കാതിരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടായി. ഒരുപാട് പ്രൊഡക്ഷൻ ലോസ് ഉണ്ടായി. പിന്നെ പശുവിൻ്റെ ഫെർട്ടിലിറ്റി മീൻസ് അതിൻ്റെ ബ്രീഡിങ്ങിനെ, ടൈംലി ആയിട്ടുള്ള ബ്രീഡിങ്ങിനെ അത് പ്രതികൂലമായി ബാധിച്ചു. അങ്ങനെ ഒരുപാട് എക്കണോമിക് ലോസ് കർഷകർക്ക് ഉണ്ടായ ഒരു വർഷമാണ് 2024. അപ്പം നമ്മളിവിടെ വക്കച്ചൻ്റെ ഫാമിൽ ട്രയൽ ആൻഡ് എററിലൂടെ പല കാര്യങ്ങളും ഈ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ കാലാവസ്ഥ മൂലമുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയത്. ഇന്നും അത് പരിപൂർണതയിൽ എത്തിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു പരിധി വരെ ഈ വർഷം നമുക്കത് വിജയിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആദ്യം ഈ കാണുന്ന നമ്മുടെ ഈ തൊഴുത്തിൽ ഒരു മെറ്റൽ റൂഫിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുന്നതിന് വേണ്ടി അതിൻ്റെ സ്പ്ലിറ്റ് റൂഫാണ് മുകളിൽ കൊടുത്തിരുന്നത്. അതിൻ്റെ മുകളിലൊരു സ്പ്രിംഗ്ലറും നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. സീലിംഗ് ഫാനും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സീലിംഗ് ഫാനിൽ നിന്ന് നമുക്ക് വേണ്ട വിധത്തിലുള്ള ഒരു പ്രയോജനം കിട്ടുന്നില്ല എന്ന് ആദ്യമേ നമുക്ക് മനസ്സിലായി. അത് മനസ്സിലായതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ സീലിംഗ് ഫാൻ ഉപേക്ഷിച്ചിട്ട് സൈഡിൽ നിന്ന് നല്ല പവർഫുള്ളായിട്ട് വിൻഡ് കൊടുക്കുന്ന ഫാനുകൾ സെറ്റ് ചെയ്യുകയുണ്ടായി. അത് ഒരു പരിധി വരെ വിജയകരമായിരുന്നു എന്നാണ് ആദ്യ നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലായത്. അതിനുശേഷവും ഈ പശുക്കളുടെ ബുദ്ധിമുട്ടിൽ കുറവ് കാണാതെ വന്നപ്പോഴാണ് ഈ മെറ്റൽ റൂഫിങ്ങിൻ്റെ മുകളിലായിട്ട് ഒരു ഗ്രീൻ നെറ്റ്, 90% സൺറൈസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഗ്രീൻ നെറ്റ് കഴിവിൻ്റെ പരമാവധി ഉയർത്തി കിട്ടുന്ന രീതിയിൽ ഞങ്ങളത് നിലവിലുള്ള സ്ട്രക്ചറിൽ വലിച്ചു കിട്ടുന്നതിനൊരു ശ്രമം നടത്തി. അത് കുറച്ച് പ്രയോജനകരമാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു പെർമനൻറ്റ് സ്ട്രക്ചറിലേക്ക് നമ്മളത് മാറ്റി. അതായത് ചെറിയ തോതിലുള്ള ഒരു ഇംപ്രവൈസേഷൻ അതിൻ്റെ റൂഫിന് നടത്തിയിട്ട് ഈ ഗ്രീൻ നെറ്റും മെറ്റൽ റൂഫിങ്ങും തമ്മിൽ ഒരടി ഗ്യാപ്പ് വരുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്തു. അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ ഗ്രീൻ നെറ്റിൻ്റെ മുകളിലേക്ക് സ്പ്രിംഗ്ലർ കൊടുക്കുന്ന ഒരു സംവിധാനം ഒരുക്കി. അത് വളരെ പ്രയോജനകരമായിട്ടാണ്. പിന്നെയും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഇതിൻ്റെ കംഫർട്ട്, അതായത് തൊഴുത്തിനകത്തെ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഇൻഡെക്സ് ആണ് ഇതിൻ്റെ ഒരു ബേസിക് ആധാരമായ ഘടകം എന്ന് പറയുന്നത്. അതായത് ഊഷ്മാവും ഹ്യൂമിഡിറ്റിയും കൂടെ ചേർന്നുള്ള ഒരു ഇൻഡെക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ കാലാവസ്ഥ മൂലമുള്ള അല്ലെങ്കിൽ ടെമ്പറേച്ചർ മൂലമുള്ള ഇതിൻ്റെ ഒരു ഘടകമായിട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഇൻഡെക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 68 THI 68 താഴെ നിൽക്കുന്നതാണ് ഏറ്റവും ഐഡിയലായിട്ടുള്ള ഒരു കണ്ടീഷൻ. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്കും ടെമ്പറേച്ചറിനും ഹ്യൂമിഡിറ്റിക്കും ഒക്കെ വെച്ച് ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ 68 താഴെ എത്തിക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 68 താഴെ നിൽക്കുകയാണെങ്കിൽ പശുവിൻ്റെ ശരീര ഊഷ്മാവ് ഒരു 101.5 to 102 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഈ ഉച്ച സമയത്തും നിർത്താനായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അസുഖങ്ങളൊന്നും ഇല്ലാത്ത പശുവിൻ്റെ ബോഡി ടെമ്പറേച്ചർ ഒരു 101.5 ഡിഗ്രി ഫാരൻഹീറ്റ് മുതൽ 102.5 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ആയിരിക്കും നമുക്ക് ഈ 68 താഴെ THI മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചാൽ. 68 മുതൽ 72 വരെയുള്ളതിനെ നമ്മൾ മൈൽഡായിട്ടുള്ളൊരു സ്ട്രെസ് കണ്ടീഷനായിട്ടാണ് കണക്കാക്കുന്നത്. ആ 68 മുതൽ 72 വരെ നമുക്ക് THI മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചാൽ നമ്മുടെ പശുക്കളുടെ ശരീരോഷ്മാവ്, അസുഖമില്ലാത്ത ഒരു പശുവിൻ്റെ ശരീരോഷ്മാവ് ഒരു 102.5 to 103 ഡിഗ്രി ഫാരൻഹീറ്റിൽ നിൽക്കും. അതിലും കൂടി 72 മുതൽ 79 വരെയുള്ള റേഞ്ചിലാണ് ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഇൻഡെക്സ് നിൽക്കുന്നതെങ്കിൽ വീണ്ടും പശുക്കളുടെ ശരീര ഊഷ്മാവ് കൂടും. അതൊരു 104 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ പോകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ അതിനെ നമ്മൾ മൈൽഡ് ടു മോഡറേറ്റ് എന്നാണ് ഈ റേഞ്ചിനെ നമ്മൾ പറയുന്നത്. അതായത് 72 to 79 റേഞ്ചിൽ THI നിൽക്കുമ്പോൾ അതിനെ നമ്മൾ മൈൽഡ് ടു മോഡറേറ്റ് എന്നാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആ മൈൽഡ് ടു മോഡറേറ്റ് റേഞ്ചിൽ THI നിൽക്കുമ്പോൾ പശുവിൻ്റെ ശരീര ഊഷ്മാവാണ് ഞാൻ പറഞ്ഞത് 104 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ പോകും എന്ന് പറഞ്ഞത്. അപ്പം 104 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു അസുഖമില്ലാതെ തന്നെ 104 ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് പശുവിൻ്റെ ശരീര ഊഷ്മാവ് പോകുമ്പോൾ പൊതുവിൽ അത് മനുഷ്യർക്കുണ്ടാകുന്ന പോലെ തന്നെ കുറേ വെള്ളം കുടിക്കുക എന്നുള്ളതല്ലാതെ ഭക്ഷണം കഴിക്കുന്നത് വളരെയധികം കുറയ്ക്കുന്നതായിട്ട്
കുറയുന്നതായിട്ട്, ഭക്ഷണ ഇൻടേക്ക് അതായത് ഫുഡ് ഇൻടേക്ക് വളരെ കുറയുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റ് പല അതിൻ്റെ ഈ സ്ട്രെസ്സ് മൂലമുള്ള പല രോഗങ്ങളും പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ വ്യാപകമായിട്ട് ബ്ലഡ് പ്രോട്ടോസോവൻ ഡിസീസായ തേയിലേറിയ, ബബീസിയ, അനാപ്ലാസ്മ ഇതൊക്കെ വളരെ വളരെ പ്രിവലൻ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇത് ഈ രോഗം പടർന്നു പിടിക്കുന്നതല്ല, ഈ ആനിമലിൻ്റെ സ്ട്രെസ്സ് കൂടുമ്പോൾ ഇവർക്ക് ഈ രോഗാണുക്കൾക്ക് മേൽക്കൈ എടുക്കാനുള്ള ഒരു സാഹചര്യം ഒത്തുവരുന്നു എന്നുള്ളതാണ് ശരിക്കും. അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ ഈ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് പോലും നമുക്ക് മുക്തിക്ക് സാധ്യതയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 72 മുതൽ 79 വരെ, 80 to 90 എന്ന് പറയുന്നത് മോഡറേറ്റ് ടു സിവിയർ ആണ്. പശു അണയ്ക്കും, 104 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിലേക്ക് 105 വരെ ടെമ്പറേച്ചർ പോകാം, ഫീഡിൻ്റെയൊക്കെ പിന്നെയും കുറയും, പ്രൊഡക്ഷനെ ബാധിക്കും, ബ്രീഡിങ്ങിനെ ബാധിക്കും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 90 മേളിൽ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ സിവിയർ എന്ന് പറയും. പശുവിന് സൂര്യാഘാതം, മറ്റ് പല പ്രശ്നങ്ങളും, അതായത് ഗുരുതരമായ അവസ്ഥയിലേക്ക് പശു പോകാനുള്ളൊരു സാഹചര്യമാണ് 90 മേളിൽ THI പോവുകയാണെങ്കിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പല ഷെഡുകളിലും കണ്ടാൽ, ഇപ്പം നിങ്ങൾ ഈ ഷെഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യത്യാസമല്ല, പല ഷെഡുകളിലും ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തെ സ്പേസ്, പശു നിൽക്കുന്ന നെക്ക് ടു നെക്ക് സ്പേസ് മാത്രമല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ മുകളിലുള്ള റൂഫ് അത്രയും ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്തെ ഓരോ പശുവിനും അവൈലബിളായി കിട്ടുന്ന ക്യൂബിക് മീറ്റർ സ്പേസിന്, അതിൻ്റെ സ്പേസിന് ഒത്തിരി ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ട്, വർധന ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു പശു ശ്വാസം വലിക്കുന്നു, പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വിടുന്നു, അതുകൂടാതെ അതിൻ്റെ റൂമിൽ നിന്ന് മീഥേൻ പുറത്തേക്ക് തള്ളിവിടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ ബെൽച്ചിങ്ങിലും മീഥേൻ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു നിശ്ചിത സ്ഥലത്ത് കെട്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് പശുക്കൾക്കുണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി ഇൻഡെക്സ് കൂടാതെ ഇത് ശ്വസിച്ച് പുറത്തേക്ക് വരുന്ന വായുവിന് ടെമ്പറേച്ചർ കൂടുതലാണ്. അതുപോലെ തന്നെ മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും അവിടെ കെട്ടി നിൽക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറുന്നതിന് ഇതിൻ്റെ അകത്തെ മൊത്തമുള്ള സ്പേസ് കൂട്ടുന്നത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നിന്നുള്ള ഫാൻ വെച്ച് കൊടുക്കുന്നതും അതിനെ നമുക്ക് വളരെയധികം ഗുണകരമായി, അത് നമുക്ക് പ്രയോജനകരമായ രീതിയിൽ ഉള്ള റിസൾട്ട് നൽകുന്നുണ്ട്.